കണ്ണട വെച്ചപ്പോ ഗൗരവം കൂടി. പക്ഷെ ഇപ്പത് വേണ്ട. ആയിഷാത്തക്ക് കണ്ണട നല്ലോണം ചേരുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാനൊന്ന് വെറുതെ വെച്ചു നോക്കിയതാ. വെറുതെ വെച്ച് നോക്കിയാണെങ്കിലും ഇങ്ങക്ക് നല്ല ചേർച്ചയാ. ഹാ, ഇനി ഇവിടുത്തെ ജോലിയൊന്നും ഇനി ഒറ്റയ്ക്ക് ചെയ്യണ്ട. എന്താ? സഹായിക്കാൻ സക്കീനോടും സീനത്തിനോടും പറഞ്ഞാ മതി. അല്ലോ, അതൊന്നും വേണ്ട. ഓരെ കൊണ്ടൊക്കെ ജോലി ചെയ്യിക്കാ പറഞ്ഞാല്. എന്താ അവര് ജോലി ചെയ്താല്? പുറത്തൊന്നല്ലല്ലോ, സ്വന്തം വീട്ടിലെ ജോലിയല്ലേ. അതൊന്നും ശരിയാവില്ല. ഇവിടെ എനിക്ക് ചെയ്യാനുള്ള പണിയല്ലേ ഉള്ളൂ. ആയിഷാത്തനെ പോലെ സ്നേഹമുള്ളവരൊന്നല്ല ഒരു രണ്ടാളും. ഇതെങ്ങാനും അറിഞ്ഞാല്. ഇവിടെ എന്റെ വാക്കിനാ വില. അവര് ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ എനിക്കറിയാം. അതൊക്കെ ആയിഷാത്തന്റെ വേറും തോന്നലാ. ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെന്നോക്കണോ? എന്താ പറഞ്ഞാല്? പണിയെടുക്കാണ്ട് ഇനി മുതൽ ഇവിടെ ആർക്കും കഴിയാൻ പറ്റില്ല. അത് വീട്ടുകാരായാലും വേലക്കാരായാലും. ഉമ്മ വരാൻ കാത്തിരിക്കുക രണ്ടാളും. എന്തിന്? എന്നോട് ആയിഷാത്ത ഒന്നും ചോദിക്കരുത്. പണ്ടേ അടുക്കളക്കാരിക്കൊരു പേരുണ്ട്, ഏഷണി പറയുന്നോരാന്ന്. ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ട. ഇനി എന്താ പറയാൻ ഉദ്ദേശിച്ചത്? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങള് കൂടപ്പറപ്പുകളാ. അവസാനം എല്ലാ കുറ്റവും എന്റെ തലയിലാവും. ഖദീജ, നീ എന്നോട് പറ. അതിന്റെ പേരിൽ എനിക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആയിഷാത്തനെ എനിക്ക് വിശ്വാസ. അതുകൊണ്ട് മാത്രം ഞാൻ പറയാം. നീ ഒന്ന് വേഗം പറ. എന്താ എന്റെ അനിയത്തിമാര് ഉമ്മാനോട് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? ആഷിമിന്റെ കല്യാണം മുടക്കിയത് ഇങ്ങളാന്നാ രണ്ടാളും പറയുന്നത്. ഞാനോ? നീ എന്തൊക്കെ ഈ പറയുന്നത്? എന്നോട് അവരങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്നോടല്ല, സെയ്ദ് മുഹമ്മദ് ഖാനോട്. വേറെന്താ അവര് പറഞ്ഞത്? ഇങ്ങള് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച നദീറെ ആഷിമിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് നിങ്ങളെ ഉദ്ദേശം. അതിന് വേണ്ടിയാണ് നിങ്ങളോന്റെ കല്യാണം മുടക്കിയെന്നാണ് ഓ രണ്ടാളും പറയുന്നത്. ഏയ്, അങ്ങനൊന്നും അവര് പറയില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് പോലും ഇതൊക്കെ അറിയാം. എല്ലാവരും പറഞ്ഞു പറ്റിയത് ഇതാ. നദീറെ കമ്പനിയിൽ ജോലിക്ക് വെച്ചതും പിന്നീട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതും ഇതിനു വേണ്ടിയാന്നാ ഓര് പറയുന്നത്. ഓളിടയ്ക്കിടെ ഓന്റെ മുറി കയറി പോകുന്നതും ഓനെ വിടാതെ കൂടുന്നതും ആഷിമിനെ വളച്ചെടുക്കാൻ വേണ്ടി ഇങ്ങൾ പറഞ്ഞിട്ടാന്നാ പറയുന്നത്. നദീറയുടെ പെരുമാറ്റത്തിന്ന് ആഷിമിന് ഇക്കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഉമ്മ തിരിച്ചെത്തിയാല് ഇവരിതൊക്കെ പറയും. ഉമ്മയെങ്ങാനിത് വിശ്വസിച്ച പിന്നെ ആയിഷാത്ത് ഒറ്റപ്പെടും. അതുകൊണ്ട് ഇതൊന്നും പറയാണ്ടിരിക്കാനുള്ള അവസരം ഉണ്ടാക്കാണ്ട് നോക്കിയാല് ഇങ്ങക്ക് നല്ലത്. നീ പറയണൊക്കെ സത്യം തന്നെ അല്ലേ? സെയ്ദ് മുഹമ്മദ്ക്ക് എന്നോട് ഇതൊക്കെ പറഞ്ഞത്. ഇങ്ങള് വേണമെങ്കിൽ അയാളോട് ചോദിച്ചു നോക്കി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ദേ ആയിഷാത്ത, ഞാൻ ഇങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഇങ്ങളൊന്നും കേട്ടിട്ടുമില്ല. ചിരിതാമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴാ വന്ന്? ഞാൻ കുറച്ചേരായി മൊയ്തീനെ വന്നിട്ട്. ആമിനെ ആസ്പത്രിയിലാണെന്ന് അറിഞ്ഞത് മുതൽ എനിക്കൊരു മനസ്സമാധാനവും കിട്ടുന്നില്ല. നിങ്ങൾ തമ്മിൽ കുഞ്ഞുനാളെയുള്ള ബന്ധമല്ലേ? രാത്രി കിടന്നാൽ ഉറക്കം വരൂല. ഓക്കൊന്നും പറ്റരുതേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എങ്ങനെയോ നേരം വെളുപ്പിക്കുക. അതങ്ങനെയാ ചിരിതാമ്മ. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാ ഉറങ്ങാൻ പറ്റൂല.
ആസ്പത്രിക്കാരോട് ഗുസ്തി പിടിച്ചിട്ടാ എനിക്ക് അവളൊന്ന് കാണാൻ പറ്റിയത്. ഞാൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞപ്പോ ഓള് സമ്മതിച്ചില്ല. ഇന്ന് ഓള് വരുമെന്ന് അറിഞ്ഞപ്പോ നേരെ അങ്ങോട്ട് പോന്ന്. കാലം എത്രയായിട്ടും ഈ സ്നേഹബന്ധം ഇങ്ങനെ കൊണ്ടുനടക്കുന്ന മനുഷ്യന്മാരാ വേറെ എവിടെയാ ചെറുതാമ്മയെ കാണുക. ഞാനും ആമിനയും രണ്ട് കുടുംബത്തിലാ പറഞ്ഞതെങ്കിലും ഞാളെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് ഇക്കാലത്ത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല മൊയ്തീനെ. നേരെ നിങ്ങൾ പറഞ്ഞത്. ഇവിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒറ്റ മക്കളും ആമിന ബീബിന്റെ കൂടെ ആശുപത്രിയിൽ നിന്നില്ല. അല്ല, ഇവിടെ അതിന്റെ ആവശ്യമില്ല. എന്നാലും അങ്ങനെ അല്ലാലോ. ഇവിടെ ഇപ്പൊ പണവും സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ആമിനയ്ക്ക് വേണ്ടി ഒരു ആശുപത്രി തന്നെ വിലക്ക് വാങ്ങാൻ ഇവർക്ക് കഴിയും. നീ എന്നെ നോക്ക, ഒരു മോനുണ്ട്, കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കിയതാ, ജോലിയും കിട്ടി. എന്നിട്ടോ വയസ്സായ ഞാനിപ്പോ ഒറ്റയ്ക്കായില്ലേ. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടാവും. ഞാൻ എങ്ങനെയാ വിചാരിക്കുന്നത്? ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി ഇപ്പൊ കാണുന്നത്. മാതാപിതാക്കളെ മക്കള് നേരത്തുമ്മിൽ ഉപേക്ഷിക്കുന്ന കാല. കൂടപ്പറപ്പുകൾ തമ്മാമില് പരസ്പരം കത്തിയെടുത്ത് കുത്തി കൊല്ലുക. വല്ലാത്തൊരു കാലായത്. ഉള്ള കാലം ആരും ഉപദ്രവിക്കാണ്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാ മതി. ആമിന വരാൻ ഇനി വൈകും മൊയ്തീനെ. ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടെന്ന ആയിഷ പറഞ്ഞത്. പിന്നുമ്മളെ റോഡുമിലെ തിരക്കല്ലേ. ആജറാബി ഇപ്പൊ ഉണ്ടായിനെങ്കിലേ ആമിനേന്റെ ഒപ്പം തന്നെ ഉണ്ടാകുകയാണ്. എന്ത് നല്ല മോളായിനു ഓള്. നേരം വെളുത്ത ഞാൻ ഈ മുറ്റത്തെത്തു. ഇപ്പടിപ്പൊരയില് എന്നെയും കാത്ത് കുത്തിരിക്കുന്നുണ്ടാവും രണ്ടെണ്ണോ. പിന്നെ ഇരുട്ടുന്നത് വരെ കളിയാ. അതിനിടയ്ക്കുള്ള എന്റെ തീറ്റയും കുടിയും ഒക്കെ ഇവിടുന്ന് കഴിയും. ചെറുതാമ്മ ആരെ പറ്റി പറയുന്നേ? അനക്കറിയാൻ വഴിയില്ല. 10-55 കൊല്ലം മുമ്പുള്ള ഓർമ്മയാ എന്റേത്. അല്ല ചെറുതാമ്മേ, നിങ്ങളീ പറയുന്ന ഹാജറ ബീബി ആരാണ്? ആമിനാബിക്ക് ഒരു കൂടപ്പറപ്പുണ്ടായിരുന്നു. ഓള് മരിച്ചിട്ടിപ്പോ 10-55 കൊല്ലായിട്ടുണ്ടാവും. ചെറുതാമ്മേ, നിങ്ങൾ നേരെ തന്നെയാണോ പറയണത്? ഞാനെന്തിനാ മൊയ്തിനെ കളവ് പറയുന്നത്? ആമിനെ ആചറിയ ഇരട്ടക്കുട്ടികളായിരുന്നു. ആചറാബീനെ കെട്ടാൻ തീരുമാനിച്ചത് ഈ തറവാട്ടിൽ തന്നെയുള്ള ഒരു മരുവൻ ചക്കനായിരുന്നു. ഓന്റെ വാപ്പയെന്ന സിലോണിലാ. ചക്കനും പെണ്ണും കൂടി അയാളുടെ കൂടെ അന്ന് സിലോണ് കാണാൻ പോയതാ. അവിടെ വെച്ച് ഒരു വാഹന അപകടത്തിൽ ആ ചക്കനും പെണ്ണും മരിച്ചു. അന്ന് ഓക്കൊരു 16 വയസ്സ് കാണും.
ഞമ്മക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചെറുതാമ്മേ. കപ്പലിലോ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് രണ്ടാളെ അവിടെ തന്നെ മറവ് ചെയ്തു. കരുതിക്കൂട്ടി ആരോ കൊന്നാന്നാ ചിലരൊക്കെ പറയുന്നത്. പിന്നെ അതൊക്കെ ആൾക്കാർ മറന്നു. ഇപ്പാണെങ്കിൽ ഇതൊന്നും ഇവിടെ ആർക്കും അറിയില്ല. ചെറുതാമ്മേ, ഇതൊന്നും ഈ തറവാട്ടിൽ ഇപ്പൊ ആർക്കും അറിഞ്ഞൂടാത്ത കാര്യ. പടച്ചോനെ വിചാരിച്ചേക്കാൻ ഇതാരോടും പറയരുത്. ഈ തറവാട് തകരാൻ കാത്തിരിക്കുന്ന കുറച്ച് ശൈത്താന്മാരുണ്ട് ഇവിടെ. അവരിതറിഞ്ഞാ അത് മതി. അതുകൊണ്ട് നമ്മൾ നിങ്ങളെ കാല് പിടിച്ച് പറയാ, ആമിന ബീബിനെ കരുതി നിങ്ങൾ ഇനി ഇതാരോടും പറയരുത്. ഇല്ല മൊയ്തീനെ, മരിച്ച് എന്നൊപ്പം മണ്ണടി എന്നല്ലാതെ ഞാൻ ആരോടും പറയില്ല. ഇല്ല മൊയ്തീനെ, ചത്ത എൻ്റെ ഒപ്പം മണ്ണടിയൊന്നല്ലാണ്ട് ഞാനിത് ആരോടും പറയൂല.
ചില കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സെയ്ദ് മുഹമ്മദിന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. സലീംക്ക് ആദ്യം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവനിങ്ങനെ വാളെടുത്ത് തുള്ളാൻ മാത്രം ഈ തറവാട്ടിൽ എന്ത് അവകാശ? അപ്പോ അവന്റെ ലക്ഷ്യം വേറെയാ. അതിന് തല വെച്ചു കൊടുക്കാൻ നിന്നാലേ കൊടുങ്ങുന്നത് നമ്മുടെ തലയായിരിക്കും. നിങ്ങൾ പറയുന്നൊക്കെ ശരിയാ, പക്ഷെ ഓൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ബലല്ലേ എന്ന് കരുതിയിട്ടാ. ആ ബലം നമുക്ക് തന്നെ വിനയാകരുതല്ലോ. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റൂല റഫീക്ക, അതിനുള്ള ശേഷി നമുക്കില്ല. ആമിന ബീവി ഇന്ന് ആശുപത്രി വിട്ടു വരും. എന്തായാലും കല്യാണം മുടങ്ങിയതിനെ പറ്റി ഒരു തെളിവെടുപ്പുണ്ടാവും. സെയ്ദ് മുഹമ്മദുമായി ഈ സമയത്തൊരു ചങ്ങാത്തം നല്ലതല്ല. അല്ല, സെയ്ദുക്കയാണോ കല്യാണം മുടക്കിയത്? ഹാഷിമിന് അങ്ങനെ ഒരു ചെറിയ സംശയമുണ്ട്. സെയ്ദ് മുഹമ്മദും അടുക്കളക്കാരി ഖദീജയും തമ്മിൽ ചെറിയ രഹസ്യ ഇടപാടുകളൊക്കെ ഉണ്ട്. ഇവരുടെ കളി ഈ തറവാട്ടിനെ മാനക്കേടുണ്ടാക്കി വെക്കുമെന്ന് ഹാഷിം എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചതാ. അടുക്കളക്കാരീനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് സെയ്ദ് മുഹമ്മദ് തന്നെയല്ലേ? അത് ശരിയാ. പക്ഷേ നമ്മൾ പണ്ടത്തെ പോലെ പാവങ്ങളായി തന്നെ നിന്നാ മതി. തൽക്കാലം ആരും ഒന്നും അറിയണ്ട. ആമിന ബീബി വന്നു എന്നാ തോന്നുന്നേ. സൂക്ഷിക്കും ഉമ്മ. ചിരിതേ, ആശുപത്രി കടന്ന നമ്മളേക്കാ ക്ഷീണുണ്ടല്ലോ ചിരിത. എനക്ക് അനക്കിപ്പം വയ്യാകൊന്നുമില്ലല്ലോ. ഞമ്മക്കിപ്പോ ഒരു വയ്യായികയും ഇല്ല ചിരിതേ. ചെറിയൊരു ക്ഷീണം വന്നു. ഇവരെല്ലാരും കൂടി നിർബന്ധിച്ചോണ്ട് അവിടെ കിടന്നു. ഇപ്പഴാ എനിക്ക് സമാധാനം.